അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വെളിച്ചം വീഡിയോസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും മുസ്ലിം സാമൂഹിക പരിസരത്ത് ഒരാത്മവിമർശനത്തിന് വിധേയമാക്കേണ്ട ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെയൊക്കെ ഭൗതിക ജീവിതത്തിൽ നിരന്തരമുള്ള നമ്മുടെ നിരവധി കാര്യങ്ങളിൽ എല്ലാം വളരെ പരിശോധിച്ചും ഉറപ്പുവരുത്തിയുമൊക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലം കച്ചവടം നടത്തുകയാണെങ്കിലും എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും ഒരു യാത്രക്കുള്ള വാഹനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും ഒരു യാത്രാ റൂട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും ഏതിലാണ് തിരക്കുള്ളത് തിരക്കില്ലാത്തത് നല്ല റോഡ് ഏതാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും അതിലൊക്കെ ഒരു തീരുമാനത്തിലെത്തുന്നത്. എന്നാൽ നമ്മുടെ മതപരമായ കാര്യങ്ങൾ മിക്കവാറും കേൾവികളോ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരുടെ വഴികളോ ഒക്കെ മാത്രമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം ട്രോളിന് വിധേയമാകുന്ന ഒന്നാണ് ചില ഉസ്താദുമാരുടെ കറാമത്ത് കഥകൾ എന്ന പേരിൽ മായാവി കഥയുടെ വ്യാപകമായ പ്രചാരണം. നമ്മളൊരു ഉസ്താദിൻ്റെ ഒരു കഥ ഒന്ന് ജസ്റ്റ് പരിശോധനാ വിധേയമാക്കുകയാണ്. നമ്മൾ കേൾക്കുന്നത് മുഴുവൻ വഅള് എന്ന പേരിൽ, പ്രഭാഷണം എന്ന പേരിൽ, മതപഠന ക്ലാസ് എന്ന പേരിൽ കേൾക്കുന്നത് മുഴുവൻ സത്യമാണെന്നും അതങ്ങനെ തന്നെ സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ കുരുത്തക്കേട് തട്ടുമെന്നൊക്കെ വിചാരിച്ച് ആയിരക്കണക്കിന് പാവങ്ങൾ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആളുകൾ പൊതുവെ വളരെ മോശമായ ചില വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്ന ഇരട്ടപ്പേരൊക്കെ കൊടുത്തൊരു ഉസ്താദുണ്ട്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേര് വിളിക്കേ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ശ്രമിക്കുക ഒന്നും ചെയ്യണില്ല. എൻ്റെ ഉദ്ദേശം ഈ വിഷയം ഇവിടെ ക്ലിയർ ആക്കുക എന്നുള്ളത് മാത്രമാണ്. പകര അഹ്സനി എന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇങ്ങനെ നിരന്തരം കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ശ്വാസത്തിൽ തന്നെ 10-20 കഥ പറയാനുള്ള വലിയൊരു കഴിവ് മൂപ്പർക്കുണ്ട്. മിക്കവാറും മൂപ്പര് മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂപ്പരെ കറാമത്തായിട്ട് ആൾക്കാർ പറയാം ഒറ്റ ശ്വാസത്തിൽ ഒന്നിച്ച് ഒരുപാട് മായാവി കഥ പറയാൻ കഴിയുന്നുള്ളതായിരിക്കുമോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ കഥകൾ മുഴുവൻ സംഘടിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ഈ കഥകൾ സംഘടിപ്പിക്കുന്നത് അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. ഒഴിവുണ്ടെങ്കിൽ ഞാൻ ഇവരിൽപ്പെട്ട ഓരോരുത്തർ കണ്ടിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെന്ന് ചോദിക്കും. അങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ എവിടെയെങ്കിലും ജാറത്തിങ്ങലോ അല്ലെങ്കിൽ വയലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ മൂപ്പര് ചെന്നിട്ട് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ഈ CM വലിയുല്ലാഹിനെ കുറിച്ചിട്ടുള്ള അനുഭവം? അപ്പോൾ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ കഥകൾ അത്യാവശ്യം മേമ്പടിയൊക്കെ ചേർത്ത് അദ്ദേഹം ഇങ്ങനെ പറയും. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കഥ ഉണ്ട്. CM ഒരു ഹോട്ടലിൽ കയറിയ കഥ. ഹോട്ടലിൽ കയറിയ ആ കഥ ഉസ്താദ് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ CM വലിയ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു, അത് ഈ ഡ്രൈവർ കാണാൻ പൈസ എവിടെ? പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന CM ഒന്നും മിണ്ടുന്നില്ല. ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ച് പോവാണ്. മൂപ്പര് ഹാലിലാണെന്നാണ് അല്ലേ? മൂപ്പര് ഹാലിലാണ്. അപ്പം അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ക്യാഷ് ചോദിച്ചപ്പോൾ ക്യാഷർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടണില്ല. എന്നിട്ട് മിണ്ടുന്നില്ല. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലേറെ വേഷമാണ് CMനുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാ. അപ്പൊ കുപ്പായ അയക്കാൻ പറഞ്ഞു. കുപ്പായ അയച്ച് അവിടെ വാങ്ങിച്ചു. തുണി അഴിച്ച് തലയെക്കെട്ട് അഴിച്ചവിടെ വെച്ചു. വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം. ഓക്കെ, ഉസ്താദിന്റെ വലിയ കറാമത്ത് ഒരാളെ പറ്റി പറയേണ്ട മഹത്വമാണല്ലോ അത് അല്ലേ? ഒരാൾ കഴിച്ച ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കാഞ്ഞിട്ട് ട്രൗസർമ നിർത്തിയെന്ന്. എന്നാൽ ഇതേ കഥ വേറൊരാൾ പറഞ്ഞപ്പോഴോ അദ്ദേഹത്തിന് തലപ്പാവും കുപ്പായ മാത്രമേ അയച്ചിട്ടുള്ളൂ, ട്രൗസർമ കൈക്കലെത്തിയിട്ടില്ല. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ശൈഖുനാ മടവൂരവറുകളോട് അവിടുത്തെ തലപ്പാവും അവിടുത്തെ കുപ്പായവും ഊരി വാങ്ങി. അങ്ങനെയുള്ളൂ. മൂപ്പരടുത്തേക്ക് എത്തിയ റിവായത്തിൽ ട്രൗസർ വരെ അഴിപ്പിച്ച അല്ലെങ്കിൽ ട്രൗസറിൻ്റെ തുണി വരെ അഴിപ്പിച്ചെടുത്തേക്ക് എത്തിയിട്ടില്ല. ഇനി നമ്മളെ പകര ഉസ്താദ് പലരോടും ചോദിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയപ്പോൾ കുപ്പായവും തലപ്പാവും ട്രൗസറിൻ്റെ തുണി അടക്കം അഴിപ്പിച്ച അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അഹ്സനി തന്നെ പറയട്ടെ. വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ. അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു. ഇവിടുന്ന് മൂപ്പര് പോണത് ഒരു ലോറിക്കാരൻ്റെ കൂടെയാണ്. ആ ലോറിക്കാരൻ്റെ കൂടെ ലോറി കയറിപ്പോയി ലോറി അങ്ങോട്ട് ഒരു സേഫായ സ്പീഡ് ദൂരത്തേക്ക് എത്തിയപ്പോൾ ഈ ഹോട്ടലാണ് കത്തി നശിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആരും കത്തിയിട്ടുണ്ടാവും, ഈ ക്യാഷ്യറും കത്തിയിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കണം
അല്ലേ? എന്നാൽ വേറൊരു പ്രശ്നമുണ്ട്. ഈ കഥ വേറൊരു സ്ഥലത്ത് തട്ടിവിട്ട തള്ളിയ മറ്റേ ഉസ്താദ് പറയണത് ഇതല്ല. അദ്ദേഹം പറയണത് മൂപ്പർക്ക് ഭ്രാന്തായി എന്നാണ്. കേട്ടോളൂ. അപ്പോഴാണ് മഹാനവറുകളുടെ പരിചയമുള്ള ഒരാൾ വന്ന് ചോദിച്ചു, എന്താ പറ്റിയത്, നിങ്ങളുടെ വസ്ത്രം? അപ്പോൾ ശൈഖുന പറഞ്ഞു, ആ ഭ്രാന്തൻ എന്റെ വസ്ത്രം വാങ്ങിവെച്ചു, ആ ഭ്രാന്തൻ എന്റെ വസ്ത്രം വാങ്ങിവെച്ചു എന്നു പറയേണ്ട താമസം ആ കേശർക്ക് അപ്പോൾ തന്നെ ഭ്രാന്ത് പിടിപെടുകയാണ്. അപ്പം തന്നെ ഭ്രാന്ത് പിടിപെട്ടു. അപ്പം ഈ മുസ്ലിയാക്കന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്താൽ, ഇതുപോലത്തെ ആളുകളൊക്കെ പറയുന്നത് എതിർക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്താൽ സ്വന്തം കച്ചവടം കത്തും, സ്വന്തം കുടുംബത്തിന് നഷ്ടമുണ്ടാകും, ഭ്രാന്തായി പോകും എന്നൊക്കെ വളരെ ഇന്നർ മീനിങ്ങോടുകൂടെ പഠിപ്പിച്ച് ജനങ്ങളെ ബേജാറാക്കി നിർത്തുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഈ ഉസ്താദുമാരോട് ഇങ്ങനെ ബഹുമാനം ഉണ്ടാകാനും അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കണ്ടാൽ അത് തുറന്ന് വിളിച്ചു പറയാനൊക്കെ ഉള്ള പലരുടെയും തടസ്സം ഇതാണ്. ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും, ഇവർക്ക് കറാമത്തും വിലായത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എന്താ അങ്ങനെ സംഭവിച്ചൂടെ, എന്താ അങ്ങനെ ഉണ്ടായിക്കൂടെ, എന്താ അങ്ങനെ ആയിക്കൂടെ, എന്താ പടച്ചവൻ അങ്ങനെ സംഭവിപ്പിച്ചുകൂടെ? ആദ്യം ഇയാൾ വലിയ ആകണം, എന്നിട്ട് ഇയാൾക്ക് കറാമത്ത് ഉണ്ടാകണം, അല്ലേ? കറാമത്ത് ഹക്കാണ്, അത് ഒരിക്കലും ആരും ഇവിടെ നിഷേധിക്കണില്ല. പക്ഷെ അതിങ്ങനെ ആളുകളെ ഈ രീതിയിലാക്കലല്ല. ഇത് ഞാൻ പറയണല്ല, ഞാൻ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം. ഈ പറയുന്ന കറാമത്തുകളൊക്കെ ഭയങ്കരമായി വാദിച്ച് അവകാശപ്പെട്ട് നടക്കുന്ന, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി നീണ്ട വർഷങ്ങൾ ജീവിച്ച ഒരാളെ ഞാൻ കൊണ്ടുവരാം. ഇതേ ഹോട്ടൽ കത്തിയ കറാമത്തിൻ്റെ കഥ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്. അദ്ദേഹം ഒന്ന് പറയട്ടെ. മഹാനായ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു ചായക്കടയിൽ കയറി, ഹോട്ടലിൽ കയറി ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങിയെന്നും അപ്പോൾ ഹോട്ടൽക്കാരൻ പിടിച്ചു വെച്ചുവെന്നും അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ് പറയുന്നത്. ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു, കറാമത്ത് എന്താണ് എന്ന് ശരിക്കും കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം, എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം. അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും. സുന്നത്ത് ജമാഅത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. അതിന് ഞാൻ അന്ന് സംസാരത്തിൽ ചോദിച്ചു, ഒരാൾ ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയാൽ കറാമത്താണോ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത്, ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ്? അപ്പോൾ ഒരാൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു, അയാളോട് ആര് പറഞ്ഞതാണ്? അങ്ങനെ അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു, അയാളോട് ആര് പറഞ്ഞാൽ പിടുത്തില്ല. അപ്പോൾ കേട്ടല്ലോ സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് ആരെങ്കിലും ഒന്നുമല്ല, പേരോടിൻ്റെ സംഘടനയിൽ തന്നെയുള്ള അദ്ദേഹത്തിന് വിളിച്ചു ചോദിക്കാൻ മാത്രം എന്താ പറയുക അടുപ്പമുള്ള, ആ വിളിച്ചു ചോദിച്ചപ്പോൾ അത് ബഹുമാനിച്ച് തന്നോട് ആരാണോ പറഞ്ഞത് അയാളെടുത്ത് പോയി ചോദിച്ച, അങ്ങനെ പേരോടിൻ്റെ വിളിയെ മാനിച്ച ഒരാൾ തന്നെയാണ്, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ഈ അഹ്സനിൽ നിന്ന് കിട്ടി. അപ്പോൾ ഈ ക്യൂവിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകൾ പറയണ കഥ അവർക്ക് വേറെ എവിടുന്നോ കിട്ടണതാണ്, അല്ലേ? അപ്പം ഈ വിഷയം പേരോട് പബ്ലിക്കായി പ്രസംഗിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ക്ഷീണമായി. ആളുകൾ ഇദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ധാരാളം കഥകൾ കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും വിധമുള്ള മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തി. അതെന്താണ്? കറാമത്ത് പറയണമെങ്കിൽ അങ്ങനെ സ്വഹീഹായ അസിലൊന്നും ആവശ്യമില്ല എന്നാണ്. അദ്ദേഹം തന്നെ പറയട്ടെ. സി എം വലിയുല്ലാഹി ഏതോ ഒരു ഹോട്ടലിൽ കയറി, ആ ഹോട്ടലിൽ കത്തി എന്നൊരു കറാമത്ത് പ്രസംഗിച്ചത് എടുത്തിട്ട് ആ കത്തിയ കാര്യം പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനത്തെ കറാമത്തുകൾ പറയുന്നതിന് യാതൊരു തകരാറുമില്ല. ഹോട്ടൽ കത്തിയിട്ടുണ്ടോ ഇല്ല അത് വേറെ കാര്യം. ഞാൻ 1-2 ആളുകളിൽ നിന്ന് അത് കത്തി എന്ന റിപ്പോർട്ട് കേട്ടിട്ടുണ്ട്. അവർക്കത് സഹിഹായ റിവായത്തിലൂടെ കിട്ടിയതാണോ അല്ലേ? സഹിഹായ റിവായത്തിലൂടെ കിട്ടിയതല്ലാത്തതും കറാമത്തിന്റെ രംഗത്ത് പറയുന്നതിന് യാതൊരു തകരാറുമില്ല എന്നതാണ് സത്യം. നമ്മളതിനൊക്കെ അതിരുവരമ്പുകൾ വെച്ച് പുത്തനാശയക്കാർക്ക് ഏണി വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. അഥവാ മൂപ്പരങ്ങനെ തള്ളി നടക്കുമ്പോൾ അതിനൊന്ന് എതിർത്ത് അത് എവിടുന്നേ കിട്ടിയതെന്ന് ചോദിച്ച് പുത്തനാശയക്കാർക്ക് ഒരു പണി ഉണ്ടാക്കരുത് എന്നാണ്. ഞാൻ വളരെ സാധാരണക്കാരായ സാധുക്കളായ മനുഷ്യന്മാരോട് പറയാണ് ഇത്രയുള്ളവരുടെയൊക്കെ കാര്യം. ഇപ്പം ഈ കറാമത്ത് സംബന്ധിച്ച് 2 ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നപ്പോഴേക്ക് അസുലക്കാകെ മാറി. അതങ്ങനെ ഉറപ്പ് വരുത്തേണ്ടതൊന്നുമില്ല, കിട്ടിയതൊക്കെ വിളിച്ചു പറയാം. അപ്പോൾ അതിന് പേരോട് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പേരോട് ആ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നുണ്ട്. ഞാനല്ല, ഇത് ഞാൻ പറയുമ്പോൾ എന്താണ്, കറാമത്തില്ലാത്ത ആൾ, സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ആൾ, അതുകൊണ്ടൊക്കെ എതിർക്കായിരിക്കും എന്നാണ് വിചാരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യം ഇവിടെ ഉള്ളൂ. ഇത്തരം വിഷയങ്ങളിൽ വിശ്വസിച്ച് ഇത്തരം ആളുകൾക്ക് പിന്നാലെ നടക്കുന്നവർ, അവർ ഖുറാൻ പഠിക്കുന്നില്ല, അവർ പ്രവാചകന്റെ ചര്യ പഠിക്കുന്നില്ല, കേട്ടുകേൾവികളെയും കാക്കക്കാരണവന്മാരെയും മാത്രം അവലംബിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് പ്രതികരിക്കാൻ പേരോടിനെ തന്നെ കൊണ്ടുവരികയാണ്. പേരോട് പറയട്ടെ.
യാതൊരു അഡ്രസ്സും ഇല്ല. ഇങ്ങനെയാണോ കറാമത്ത് പറയുന്നത്? അഡ്രസ്സ് വേണം. അഡ്രസ് ഇല്ലാതെ കറാമത്ത് പറയരുത്. കഫാബിൽ മറി കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ കളവായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അദബ് നമ്മൾ പാലിക്കണം. അപ്പോൾ ഈ അദബ് പാലിക്കണം എന്നാണ്. ഈ പേരോടി അദബ് പാലിക്കണുണ്ടോ നമുക്ക് വേറെ പരിശോധിക്കാം. അപ്പം ഇദ്ദേഹം അതിന് കൊടുത്ത മറുപടി എന്താ അറിയോ? നേരെ ജീലാനിനെ പിടിച്ചിട്ടാണ് മറുപടി കൊടുത്ത്. മാലമൗലിദുകളുടെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പേരോടിന് മറുപടി പറയണം. നിങ്ങൾ കേട്ടോളൂ. അവരെ ഒരുത്തൻ പോയി മസ്ഹാറെ കണ്ടാരെ, അപ്പോഴേ നാടെല്ലാം തീയാൽ നിറച്ചോവർ. ഇപ്പൊ ജീലാനി തങ്ങളെ പരിഹസിച്ചു കൊണ്ടുപോയ ഒരു സ്ഥലത്ത് ആ നാടിൽ തീ നിറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ, ഇത് സി എം വലിയുള്ളാഹി ആ ഹോട്ടലേ കത്തിച്ചിട്ടുള്ളൂ, ആ നാടന്നെ തീയാൽ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അവസ്ഥ? അതിൻ്റെ ആ ഒരു അവസ്ഥയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ വിഷയമുള്ളൂ. ജീലാനിയുടെ പേരിലെന്നോണ, ഈ പറയുന്ന സി എം എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലെന്നോണ എന്താ മൊത്തം കത്തിച്ചു എന്നാണ് കഥ. അത് പേരോടിന് സ്വീകാര്യമല്ല, അതിന് അസിലില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അസിൽ എവിടെ എന്നാണ് ചോദ്യം, അല്ലേ? ഈ ചോദ്യം നമ്മളും ചോദിച്ചിട്ടുള്ളൂ. ഇതൊക്കെ താഴെ വെച്ച് വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ അടിസ്ഥാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ അടക്കം പഠിക്കൽ ഒരു വിശ്വാസിക്ക് നിർബന്ധമല്ല, പ്രത്യേക സുന്നത്ത് പോലുമില്ല എന്ന് എഴുതി വെച്ചവർ അവർ ജനങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ തന്നെയാണ് പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ഉസ്താദുമാരെ ക്ലിപ്പൊക്കെ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് നമ്മളല്ലാതെ പറഞ്ഞാൽ ബോധ്യപ്പെടുന്നതിലേറെ ഇങ്ങനെ ബോധ്യപ്പെടുന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുൾ ലഭ്യമാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.